പിന്നെ നിങ്ങളുടെ മറ്റേ ഓഫീസിലെ ഓണപരിപാടിയില്ലേ അതിന് നമുക്ക് വരാൻ പറ്റൂല. ഒരു ചെറിയ സീനുണ്ട്. അല്ല അന്നാണ് മറ്റേ മ്യൂസിക് ഡയറക്ടർ സുരേഷ് ഖാൻ വരാന്ന് പറഞ്ഞത്. അതിന്റെ പരിപാടിയിലായിരിക്കും. നിനക്ക് സുരേഷ് ഖാനെ അറിയില്ലേ? അറിയില്ല. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പോയി കാണുന്നു വേണ്ട. അല്ല ഞാൻ ചിലപ്പോ അടുത്ത ആഴ്ച അങ്ങോട്ട് വരും. ആ അമ്മ പ്രിയ നല്ല കുട്ടിയാണല്ലേ? എടാ ആ സതീശന് പകരം ഞാൻ ഓൺ സൈറ്റിൽ പോയി അടിപൊളിയായിരിക്കും അല്ലേ? എന്തിനു? എടാ ലേഡി ഗായിക്ക് അവനെ വലിയ താല്പര്യമില്ല. അതാണ് എന്റെ ഒരു ഇത് തീർത്താ അതിൻ്റെ അകത്തൊന്നും ഉണ്ടായിരുന്നില്ല തീർക്കാനായിട്ട്. നീ മടപടയെന്ന് അടിച്ചപ്പോ എനിക്ക് തോന്നി ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? കോപം ഞാനത് തപ്പട്ടെ. അവളുടെ അപ്പനോട് ചോദിക്കൊരു കുപ്പി. ഹലോ ഹലോ, ഞാൻ വിളിച്ചപ്പോ നീ എവിടെയായിരുന്നു? ഞാനിവിടെ കൂട്ടുകാരോടെ. എന്തു പറ്റി? നീ ഇങ്ങനെ കളിച്ചോണ്ട് നടന്നു. എന്തൊക്കെ ആയിരുന്നു? ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. ഡാ പപ്പയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. പപ്പയ്ക്കാ? എന്തിനി? നിനക്കിട്ട് മുട്ടം പണി വരുന്നുണ്ട്. അത് തന്നെ അമ്മാവൻ നിന്നെ തെല്ലാൻ ആളെ വിട്ടിട്ടു. ആര്? ആര്? അമ്മാവനോ? ഷംസീറ സൗണ്ട് ഒന്ന് കുറച്ചടാ. ഹലോ മനുഷ്യന്റെ സ്പൈനൽ കോഡ് വരെ അടിച്ചു പോയി. എന്ത് വിടലാണ് ബബീഷേട്ടാ വിട്ടത്? നമ്മൾ വീഗാലാൻഡിൽ ടൂർ ഇറങ്ങിയല്ലേ, നിർത്തി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് വരാൻ. എന്നാലും മനുഷ്യത്വം വേണ്ടേ? പറഞ്ഞോളേട്ടാ, എന്താ കഴിക്കാൻ വേണ്ടേ? കഴിക്കാൻ ബീഫുണ്ടോ? ബീഫ് ഉണ്ടല്ലോ. എന്നാ 3 ഓംലെറ്റ്. അല്ലളയാ, ടച്ചിങ്സ് വേണ്ടേ? ആ ഇതിന്റെ ഇത്രയും ടച്ച് നീയാ, ബാക്കിയുള്ളതേ ഞാൻ ടച്ചിക്കോളാം. ചേട്ടാ ഇവിടെ ഒന്നും പറ്റില്ല. ഏതാ? ബീഫ് ഓർഡർ ചെയ്തിട്ട് ഓംലെറ്റിലേക്ക് കൺവേർട്ട് ആവാൻ പറ്റില്ലെന്ന്. അറ്റ്ലീസ്റ്റ് ഒരു ബീഫെങ്കിലും ഓർഡർ ചെയ്യണമെന്ന്. അല്ലേട്ടാ? അതല്ല, ഇവിടെ ഇന്ന് മദ്യപിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള മറ്റു കസ്റ്റമർക്ക് ബുദ്ധിമുട്ടാവും. ഇവിടെ ഇപ്പൊ വേറെ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ. ഇല്ലല്ലോ. ആ അവിടെ ഒരുത്തനുണ്ട് കേട്ടോ. ഡേ അവൻ എന്തേലും ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചേ. ഞാൻ വന്നോ? നീ എവിടെ ഇരി. അവിടെ കുറച്ച് ടീം വന്നിട്ട് വന്നാലും നിന്റെ മാവൻ എന്നെ തല്ല വരാൻ പറഞ്ഞു. പോലീസും കൊടുത്തേക്കുള്ളല്ലോ ഇവിടെ. നമുക്ക് വരുന്നോട് വെച്ച് കാണാം. ഏട്ടാ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. പബ്ലിക്കലി മദ്യപിക്കുന്ന ഇരിക്കുന്ന കുട്ടിയെ. ഇല്ല, വലിയ ബുദ്ധിമുട്ടില്ല. ഫുട്ബോൾ കളിച്ചപ്പോ കൈക്കേറിയ ഗ്ലാസ് ഒക്കെ എടുക്കാനായിട്ടേ. അതപ്പുറത്തേക്ക് എടുത്താ പോരെ? അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ആ വേറെ ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ആരാ ബുദ്ധിമുട്ടുണ്ടെന്ന്? ഓൾ ക്ലിയർ. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതങ്ങ് മാറ്റി കൊടുത്തു. നന്നായി. ഒഴിക്കലോട്ടാ കമത്തങ്ങട് ബബീഷേട്ടൻ നമ്മൾ ഈ കടൽ പോലെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവനെ എങ്ങനെ തപ്പിയെടുക്കാനോ? നീ മിണ്ടരുത്. നീ എന്താ അവിടെ നിന്ന് പോലും പറഞ്ഞു? എന്ത് പോകുന്നു, പൊക്കുന്നു, പോരുന്നു അല്ലേ? നീ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ മൂക്കിൽ സീബ്രല്ലാം ഇട്ടവനെ പൊക്കുന്നു മലത്തോന്നൊക്കെയല്ലേ? അതെന്തായി? അവൻ എൻ്റെ മുഖത്തിനിട്ട് അടിച്ച അടി, എൻ്റെ തുരിഞ്ഞ മുഖം ഞാൻ മറക്കില്ലല്ലോട്ടാ. എടി ഒരു ക്വാർട്ടർ പോലല്ലേ നിങ്ങളുടെ കയ്യിൽ? ഇന്നലെ ഫ്ലാറ്റിൽ വന്ന് മണമണാന്നടിക്കുമ്പോ ഓർക്കണായിരുന്നു. ഒരു തുള്ളി പോലും ഇല്ല തരാൻ. ഓക്കെ ബൈ. അപ്പൊ ശരി. എടാ 2 പെഗ് വീട്ടിൽ കാണും. എടാ 2 പെഗ് എന്താവനാണ്? ഒരുത്തരം ഇവിടെ പ്ലാൻ പാട് നിൽക്കുമ്പോഴാണ് 2 പെഗ്. അതൊന്നും ആവൂല. നിനക്കത് പോരെ? എങ്കിൽ അത് പറ. നീ എന്തുടൊക്കെയാണ് ഇനി വല്ല ബിംബ്രയും വിളിക്കേണ്ടി വരും. അതൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ നോക്കി. അങ്ങനെ ഞങ്ങൾ അവനോട് ചോദിച്ചപ്പോ അവന് ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞു. ആ ബൈച്ചേട്ടനെ ഒന്ന് വിളിച്ചു. അവിടെ എന്താ പ്രശ്നം? ഇവിടെ നിന്ന് മദ്യപിക്കാൻ പറ്റില്ല. ഇത് എന്താ പ്രശ്നം? ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അടിക്കാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് കേൾക്കണില്ല. ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. ഇതില് എന്നാ ബുദ്ധിമുട്ട്? കുപ്പിയുണ്ട്, ഗ്ലാസ് ഉണ്ട്, വെള്ളമുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ഫുള്ളോടെ ഉണ്ട്. കണ്ടോ? ഇതിപ്പോ ഞങ്ങൾ എവിടെ കൊണ്ടുവച്ച് അടിക്കാനാ? അനിയൻ പറ. അതെ ചേട്ടാ, ഇവിടെ പോലീസൊക്കെ കറങ്ങി നടക്കണോണ്ടേ പുള്ളിക്കൊരു പേടി, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ചില്ലേ, ഞാൻ സെറ്റാ. ശംശേര ഞാൻ നോക്കി. സീനൊന്നും ഞാൻ സെറ്റാക്കാന്ന്. നിനക്ക് സാധനം വേണ്ടേ? എവിടെന്ന്? എടാ 3 മണ്ടന്മാര് വന്ന് പെട്ടുണ്ട്. നീ ഇങ്ങോട്ട് വന്ന് പോരാ. അതൊക്കെ അവിടെ വെക്ക്, വാ. നല്ല പയ്യനല്ലേ? കണ്ടിട്ടേ കൊച്ചിയിലെ മുക്കും മൂലയൊക്കെ അറിയാവുന്ന പയ്യനാന്നാ തോന്നുന്നത്. കൂടെ നിർത്തിയാലേ 2 മിഷനോട് ഒറ്റ അടിക്ക് തീർത്ത് വീട്ടിൽ പോകും. നല്ലതായിരിക്കും. ഇത് ജീവൻ നമ്മുടെ ക്ലോസ് ഫ്രണ്ടാ. നമ്മുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ വരൂല. അല്ല അപ്പൊ ധൈര്യമായിട്ട് ഓരോന്നും ഒഴിക്കാല്ലോ അല്ലേ? പിന്നെ ഒരു കുഴപ്പമില്ല. പക്ഷേട്ടാ ഒരു 3 എടുത്ത് മാറ്റി വെച്ചിട്ട് ബാലൻസ് എന്നാന്ന് വെച്ചാൽ ഇവർക്ക് എടുത്ത് കൊടുത്തു. നിനക്കൊരു തേങ്ങയും ഇല്ല. നീ ഇപ്പൊ തന്നെ നല്ല വാതയാ. അളിയാ ഞാനൊന്ന് മൂത്രം ഒഴിച്ചാണ്ടല്ലോ നല്ല ഫ്രഷ് ആവുന്ന എനിക്ക് തോന്നുന്നത്.
ഇങ്ങടല്ല അവിടെ അവിടെ ഐശ്വര്യമായിട്ട് പൊട്ടിക്കും താങ്ക്സ് കേട്ടോ